നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ബയോളജിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു നാഡീകോശത്തിൻ്റെ ഘടന അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ നാഡീവ്യവസ്ഥ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കോശങ്ങളാണ് നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ചിത്രവും അതിൻ്റെ ഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ വളരെ വ്യക്തമായി നോക്കിക്കൊണ്ട് മാത്രമേ പോകാവൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഈ കാണുന്നതാണ്. ഈ കാണുന്ന ചിത്രം നാഡീകോശത്തിൻ്റെ ഘടന. ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിത്രം വരയ്ക്കാനും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ചോദിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഇനി നമുക്ക് ഒരു നാഡീകോശത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരാം. അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാനായി ഞാൻ നിങ്ങളെ ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ കാണിക്കാം. ഒരു നാഡീകോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇത്രയും നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷത നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പോകാവൂ. ഇനി ഇത് മിക്കപ്പോഴും ചിത്രം വരയ്ക്കാൻ നമുക്ക് ചോദിക്കുന്നത്, ചിത്രം തന്നിട്ട് അത് പകർത്തി വരയ്ക്കുക. പകർത്തി വരച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് വരുന്ന ഭാഗം പേരെഴുതി അടയാളപ്പെടുത്തുക എന്ന ക്രമത്തിലാണ് ചോദിക്കുന്നത്. അപ്പം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം താഴെ പറയുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം എന്ന് ഒരു ചോദ്യം വരാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡെൻഡ്രൈറ്റ് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം, ദ പാർട്ട് വിച്ച് റിസീവ് ദ ഇമ്പൾസസ്, അത് ഡെൻഡ്രൈറ്റ് ആണ്. മറ്റ് ന്യൂറോണുകളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്നത്. പിന്നീട് അത് കടന്നു പോകുന്ന പാത ഡെൻഡ്രോൺ, അടുത്ത ഡെൻഡ്രോണിലൂടെയാണ് കടന്നു പോകുന്നത്. ഡെൻഡ്രോണിലൂടെ കടന്ന് കോശ ശരീരത്തിലെത്തുന്നു. കോശ ശരീരത്തിൽ എത്തിയതിനു ശേഷം ആ ആവേഗം കോശത്തിൽ നിന്നും പുറപ്പെടുന്ന ഏറ്റവും നീണ്ട തന്തുവായ ആക്സോണിലൂടെ സഞ്ചരിക്കുന്നു. ആക്സോണിലൂടെ സഞ്ചരിച്ച് അത് ആക്സോണിൻ്റെ ശാഖകളായ ആക്സോണൈറ്റുകളിലേക്ക് വ്യാപിക്കുന്നു. ഏറ്റവും അവസാനം ആക്സോണൈറ്റുകൾ അവസാനിക്കുന്ന ഒരു ബട്ടൺ പോലെയുള്ള ഭാഗം, അതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റ് മുതൽ സിനാപ്റ്റിക് നോബ് വരെ ഈ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാത കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതൊരു ഫ്ലോ ചാർട്ടായിട്ടോ മറ്റോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് അത് കടന്നു പോകണം. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്നത് ഒരു ചെറിയ വിടവിലൂടെയാണ്. അതായത് ഈ സിനാപ്റ്റിക് നോബും തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ വിടവിനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിലൂടെ ആവേഗങ്ങൾ, നമ്മുടെ നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ പോകുന്നത് വൈദ്യുത ചാർജുകളായിട്ടാണ്, വൈദ്യുത തരംഗമായിട്ടാണ്. എന്നാൽ സിനാപ്റ്റിക് നോബിലെത്തിയതിനു ശേഷം ഈ സിനാപ്സ് കടക്കുന്നത്, സിനാപ്സിലൂടെ കടന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നത് രാസീയ ആവേഗങ്ങളായിട്ടാണ്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. സിനാപ്റ്റിക് നോബിൽ നിന്നും അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. വീണ്ടും വൈദ്യുത ആവേഗമായി ആ ന്യൂറോണിലൂടെ ഇത് കടന്നു പോകും. ഇങ്ങനെയാണ് ആവേഗങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഈ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാത ഒരു ഫ്ലോ ചാർട്ടായി എഴുതാനായിട്ട് ചോദിക്കാം, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ചിത്രം പകർത്തി വരച്ചതിന് ശേഷം താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് വരുന്ന ഭാഗം അടയാളപ്പെടുത്തുക എന്ന് ചോദിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ന്യൂറോണുകളുടെ പ്രധാനപ്പെട്ട ഭാഗം ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ചാർട്ട് ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി
നമ്മൾ മനുഷ്യനിലെ നാഡീ വ്യവസ്ഥയുടെ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് ഏതെല്ലാം ഭാഗങ്ങൾ ചേരുന്നതാണ് നാഡീ വ്യവസ്ഥ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിന് ഈ ചാർട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഈ ചാർട്ട് നല്ല വ്യക്തമായിട്ട് നോക്കുക. നമ്മുടെ നാഡീ വ്യവസ്ഥയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ, മറ്റൊന്ന് പെരിഫറൽ നാഡീ വ്യവസ്ഥ. ഇനി ഇതിനെ ഓരോന്നിനെയും വീണ്ടും രണ്ട് ഭാഗങ്ങൾ ചേരുന്നതാണ് ഇത് ഓരോന്നും. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കം, സുഷുമ്ന എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഇനി പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളാണ്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും. ശിരോനാഡികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന നാഡികൾക്കാണ് ശിരോനാഡികൾ എന്ന് പറയുന്നത്. സുഷുമ്നാ നാഡികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിനകത്തൂടെ കാണുന്ന സുഷുമ്നയിൽ നിന്നും ഉത്ഭവിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന നാഡികൾക്ക് പറയുന്ന പേരാണ് സുഷുമ്നാ നാഡികൾ. അപ്പോൾ അത് 31 ജോഡിയുണ്ട് സുഷുമ്നാ നാഡികൾ. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനിലെ നാഡീ വ്യവസ്ഥയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിൽ പതിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകണം. ഇനി അടുത്തതായി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഘടനയാണ്. അതായത് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ആ ബ്രെയിനാണ് നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന എല്ലാ ആവേഗങ്ങളും എത്തിച്ചേരുന്നത് ബ്രെയിനിലാണ്. ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും ചേർന്നാണ് ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ മൊത്തം ഒരു കൺട്രോളിങ് യൂണിറ്റാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഭാഗമാണ് ബ്രെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു ഘടന അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഇനി ചിത്രം വരയ്ക്കാൻ ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒന്നുകൂടിയാണ് ഈ ബ്രെയിനിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇതാണ് ആ ചിത്രം. വളരെ വ്യക്തമായിട്ട് നോക്കുക. ആ ചിത്രം, അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ വ്യക്തമായി നോക്കിക്കൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം ആണ്. നമുക്ക് അടുത്തത് സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ചിത്രം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് നോക്കാം. ചിത്രം വരയ്ക്കാൻ ചോദിക്കാൻ സാധ്യത കുറവാണ്, എങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആ ചിത്രം. ചിത്രം നന്നായി ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഒന്ന് പതിപ്പിക്കുക. അപ്പോൾ ഇത് സുഷുമ്നയുടെ ഒരു ക്രോസ് സെക്ഷൻ, അതായത് കുറുകെയുള്ള ഛേദം, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സുഷുമ്നയുടെ ഓരോ നാഡിക്കും 2 റൂട്ടുണ്ട്. ഒരു ഡോഴ്സൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും. അപ്പോൾ ആ ചിത്രം നിങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായി കാണാം, ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഈ ഡോഴ്സൽ റൂട്ടിലൂടെയാണ് സംവേദ ആവേഗങ്ങൾ അല്ലെങ്കിൽ സെൻസറി ഇമ്പൾസസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുഷുമ്നയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി തലച്ചോറും സുഷുമ്നയും നൽകുന്ന വിവിധ തരം ആവേഗങ്ങൾ, അതായത് പ്രേരക ആവേഗങ്ങൾ, മോട്ടോർ ഇമ്പൾസസ് കടന്നു പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. വെൻട്രൽ റൂട്ടിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സുഷുമ്നാ നാഡികളെല്ലാം തന്നെ സമ്മിശ്ര നാഡികളാണ്.
അതായത് മിക്സഡ് നെർവ്സ്. അതായത് സെൻസറി ന്യൂറോണുകൾ കൊണ്ടും മോട്ടോർ ന്യൂറോണുകൾ കൊണ്ടും ആണ് സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സുഷുമ്നാ നാഡികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് 2 തരം ആവേഗങ്ങളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. 31 ജോഡി സുഷുമ്നാ നാഡികൾക്കും തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവേഗങ്ങൾ വഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുഷുമ്നയിലേക്കും തലച്ചോറിലേക്കും ആവേഗങ്ങൾ കൊണ്ടെത്തിക്കാനും കഴിയും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് റിഫ്ലക്സ് പ്രവർത്തനമാണ്. റിഫ്ലക്സ് പ്രവർത്തനം നമുക്ക് മിക്കപ്പോഴും ഒരു ഫ്ലോ ചാർട്ടായിട്ട് ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഈ പുസ്തകത്തിലെ തന്നെ ഈ ഭാഗം ഇതാണ് നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ചിത്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. ആ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാത ക്രമമായി ഓർത്തു വച്ചേക്കുക. ആ ക്രമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോ ചാർട്ട് കൃത്യമായി ഫില്ലപ്പ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ആദ്യം ഉദ്ദീപനം സ്വീകരിക്കുന്ന ഒരു ഗ്രാഹിയുണ്ട്. ആ ഗ്രാഹിയിൽ നിന്നും ഉദ്ദീപനം സംവേദ നാഡി വഴി നമ്മുടെ സുഷുമ്നയുടെ ഡോഴ്സൽ റൂട്ടിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡോഴ്സൽ റൂട്ടിനെയും വെൻട്രൽ റൂട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ന്യൂറോൺ ഉണ്ട്. ആ ന്യൂറോണിനാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ആ ഇന്റർ ന്യൂറോണിലൂടെ കടന്ന് സുഷുമ്ന തന്നെ പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കും. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ മിക്കപ്പോഴും സുഷുമ്നയാണ് പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നാൽ തലച്ചോറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങളും ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കണ്ണ് ചിമ്മുന്നത്, കണ്ണിൻ്റെ പോള ചിമ്മുന്നത് ഒക്കെ തലച്ചോറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനമാണ്. എന്നാൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് സ്പൈനൽ റിഫ്ലക്സിന് ഉദാഹരണമാണ്. അതായത് ചൂടുള്ള വസ്തുവിൽ കൈ സ്പർശിക്കുമ്പോൾ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. അപ്പോൾ അവിടെ സുഷുമ്ന തന്നെയാണ് നിർദ്ദേശം കൊടുക്കുന്നത് പെട്ടെന്ന്. അപ്പോൾ ആ നിർദ്ദേശം പ്രേരക നാഡി വഴി പ്രതികരണം നടക്കേണ്ട ഭാഗത്തേക്ക് എത്തുന്നു. പ്രതികരണം നടക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചൂടുള്ള വസ്തുവിൽ കൈ സ്പർശിക്കുകയാണെങ്കിൽ കൈയാണ് പിൻവലിക്കേണ്ടത്. അപ്പോൾ കൈയിലെ പേശികളിലാണ് പ്രതികരണം നടക്കേണ്ടത്. അപ്പോൾ അവിടേക്കാണ് ഈ പ്രേരക ആവേഗങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ചൂടുള്ള വസ്തുവിൽ തൊടുന്നത് മുതൽ കൈ പിൻവലിക്കുന്നത് വരെ ഈ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാത, ആ പാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം ആണ്. ഇനി അടുത്തത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അതൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ പെരിഫറൽ നാഡീ വ്യവസ്ഥ നമുക്കറിയാം. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ശിരോനാഡികളിൽ ഏതാനും നാഡികളും ബാക്കി സുഷുമ്നാ നാഡികളും ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സിമ്പതറ്റിക് സിസ്റ്റം എന്നും മറ്റൊന്ന് പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്നും നമ്മൾ പറയും. സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ, അതും നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അത് ഓരോ നാഡീവ്യവസ്ഥയും എന്തൊക്കെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ഇതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഈ കാണുന്ന ഈ ഭാഗം ഇത് ഓർത്തിരിക്കാൻ വളരെ ഒരു എളുപ്പ മാർഗമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം നേരിടുന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമോ ആ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായ സിമ്പതറ്റിക് സിസ്റ്റമാണ് അതിന്
നമ്മളെ സഹായിക്കുന്നത്. ഇനി നമ്മൾ ഈ എമർജൻസി സിറ്റുവേഷൻ തരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഭാഗമാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒന്നിൻ്റെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സിസ്റ്റത്തിന്റെ പ്രവർത്തനം എഴുതാൻ കഴിയും. ഉദാഹരണം, നിങ്ങൾ സിമ്പത്തറ്റിക് സിസ്റ്റം മാത്രം പഠിച്ചിരുന്നാൽ മതിയാകും. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു എന്ന് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം സിമ്പത്തറ്റിക് വ്യവസ്ഥ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ചെയ്യുന്നത്. അത് നിങ്ങൾ പുസ്തകത്തിലെ ആ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഹൃദയമിടിപ്പ് കൂട്ടുന്നു. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുന്നു, കൂടിയ ഹൃദയമിടിപ്പിനെ കുറച്ചു കൊണ്ടുവരുന്നു. ഇതേപോലെയാണ് എല്ലാ പ്രവർത്തനങ്ങളും. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉദ്ദീപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ മന്ദീഭവിപ്പിക്കും. സിമ്പത്തറ്റിക് വ്യവസ്ഥ മന്ദീഭവിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കും. സിമ്പത്തറ്റിക് വ്യവസ്ഥ ആക്റ്റീവ് ആകും. ആ പ്രവർത്തനങ്ങളെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ഉദ്ദീപിപ്പിക്കും. അപ്പം ഈ രണ്ട് നാഡീ വ്യവസ്ഥകൾ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാനും അതിനുശേഷം ശാരീരിക പ്രവർത്തനങ്ങൾ പഴയപടിയിലായി മാറാനും കഴിയുന്നത്. ഇനി ഏറ്റവും അവസാനമായി ഈ ചാപ്റ്ററിൽ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട 3 രോഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. 3 രോഗങ്ങൾ മാത്രമേ നിങ്ങളുടെ പുസ്തകത്തിലുള്ളൂ. അതിൽ നിന്ന് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ 3 രോഗങ്ങൾ, അതിൻ്റെ പേര്, അതിൻ്റെ കാരണം, അതിൻ്റെ ലക്ഷണം പുസ്തകത്തിൽ വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നു. അത് നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഒന്നാമത് അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ്. അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത്, അതിൻ്റെ ലക്ഷണമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് മറവി എന്ന് പറയുന്ന ഒരു സിംറ്റം. അതുമായി ബന്ധപ്പെട്ടാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത്. അതായത് ആദ്യം ചെറിയ ചെറിയ മറവികളിൽ തുടങ്ങി പിന്നീട് ഓർമ്മകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും രോഗി. അപ്പോൾ ദിനചര്യകൾ പോലും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതിനാണ് നമ്മൾ അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലക്ഷണം, മറവി. ഓർമ്മകൾ ഇല്ലാതാകുന്നു, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കം നിർമ്മിച്ചിരിക്കുന്ന നാഡീകലകളിൽ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അലേയമായ ഒരുതരം പ്രോട്ടീൻ, ലയിക്കാത്ത an insoluble protein deposited in neurons or neural tissue. That is the reason of this disease. അപ്പോൾ ഇത് നിങ്ങൾ അൾഷിമേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് പാർക്കിൻസൺസ്. ഇത് അതിൻ്റെ ലക്ഷണമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പേശികളുടെ ക്രമരഹിതമായ ചലനം. അതായത് കുറച്ച് പ്രായമുള്ളവരിലൊക്കെയാണ് ഈ അസുഖം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗികളെ തിരിച്ചറിയാൻ കഴിയും. അവരുടെ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പേശികളുടെ ക്രമരഹിതമായ ചലനമാണ്. ഇപ്പം ശരീരത്തിന് വിറയലുണ്ടാകും, ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ വായിൽ നിന്ന് ഉമിനീരിങ്ങനെ ഒഴുകുക. ഇതൊക്കെയാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ചില പ്രത്യേക ഗാംഗ്ലിയോണുകൾ അല്ലെങ്കിൽ നാഡീ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ ആ നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികളിലൊക്കെ ക്രമരഹിതമായ ചലനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവരുടെ കൈകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നതിൻ്റെ കാരണം. ഇതാണ് പാർക്കിൻസൺസ്. ഇനി മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗമാണ്. ഇത് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന സന്നി എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് പെട്ടെന്ന് പേശികൾ വലിഞ്ഞു മുറുകി പേശി സങ്കോചം മൂലം ആള് വീഴുകയും കുറച്ച് നേരത്തേക്ക് അബോധാവസ്ഥയിലാവുകയും പല്ല് കടിച്ചു പിടിക്കുക, വായിൽ നിന്ന് നുരയും പതയും വരിക,
അബോധാവസ്ഥയിൽ കുറച്ചു നേരം ആകുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്ന് ഉള്ള ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം. അപ്പം നമുക്കറിയാം ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിലൂടെ. അപ്പോൾ അങ്ങനെ തലച്ചോറിൽ നിന്ന് ക്രമരഹിതമായ അബ്നോർമലായിട്ടുള്ള രീതിയിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നത്, എപ്പിലെപ്സി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ണിൻ്റെ ഒരു സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ചിത്രം വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് കണ്ണിൻ്റെ ചിത്രം. അപ്പോൾ അത് നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കണം. കണ്ണിൻ്റെ ചിത്രം വരയ്ക്കാൻ പുസ്തകത്തിലുള്ള ഈ ചിത്രം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കാനും അതിൻ്റെ ഭാഗങ്ങൾ രേഖപ്പെടുത്താനും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഭാഗങ്ങൾ രേഖപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാനൊരു സാധ്യതയാണ് പറയുന്നത്, അതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല, വേറെ രീതിയിലും ചോദിക്കാം. എങ്കിലും കണ്ണിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാവുന്ന ചില സാധ്യതകൾ ഞാനൊന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തത്, കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദൃഢപടലം അല്ലെങ്കിൽ കോറോയിഡ് ലെയർ, ഇതാണ് അതിൻ്റെ ഉത്തരം. അത് കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്, അത് രേഖപ്പെടുത്തണം. രണ്ടാമത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗം ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോർണിയ എന്നുള്ളതാണ്. ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗം കോർണിയ. ഇനി അടുത്തത്, വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ ദൃഷ്ടിപടലത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം അല്ലെങ്കിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം, അതിന് നിങ്ങൾ എഴുതേണ്ടത് ലെൻസ് എന്നുള്ളതാണ്, ലെൻസ്. ഇനി അടുത്തതായിട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ചെറിയ സുഷിരം, അത് നിങ്ങൾ എഴുതേണ്ടത് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്നുള്ളതാണ്. പ്രകാശരശ്മികൾ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്ന ചെറിയ സുഷിരം, അത് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. ഇനി വസ്തുവിൻ്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗം, അത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് രേഖപ്പെടുത്താം. ഇനി കാഴ്ച ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന റെറ്റിനയിലെ ഭാഗം, അത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു എന്നുള്ളതാണ്. മറ്റൊന്ന്, കാഴ്ചശക്തി ഒട്ടും തന്നെ ഇല്ലാത്ത റെറ്റിനയുടെ ഭാഗം അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരമായി വരുന്ന ഭാഗം നിങ്ങൾ പേരെഴുതി ചിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടതായി വരാം. അപ്പോൾ എന്തായാലും ബയോളജിയുടെ അവസാനത്തെ ഒരു ചോദ്യം ഒരു ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുള്ളതായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ ചിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. തീർച്ചയായും വളരെ ഈസിയായി ഒരു 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ
കഴിയും. ചിത്രം വരയ്ക്കുമ്പോൾ കുട്ടികൾ സാധാരണയായി ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. അതായത് അവർക്ക് കാര്യം നന്നായി അറിയാം, പക്ഷേ ചിത്രം വരച്ചെഴുതുമ്പോൾ പല രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മാർക്ക് ഗണ്യമായി കുറയും. അപ്പോൾ സാധാരണഗതിയിൽ വരുത്താറുള്ള തെറ്റുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം. എങ്ങനെയാണ് ശരിയായി അത് ചിത്രം വരച്ച് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളതും പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് കണ്ണിൻ്റെ ചിത്രം തന്നെ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതേപോലെ 3 ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നു എന്നിരിക്കട്ടെ. ഇതേപോലെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങളൊന്ന് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. ABC ഇങ്ങനെ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന ഭാഗമാണ് നമ്മൾ കണ്ണിൻ്റെ ചിത്രം വരച്ച് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൽ തെറ്റായ രീതികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. നിങ്ങൾ മിക്കപ്പോഴും വളരെ വർഷങ്ങൾ കൊണ്ട് പേപ്പർ നോക്കുന്ന ഒരു പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾ വരുത്താറുള്ള ചില തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ചില കുട്ടികൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇതേപോലെ ഒരു കണ്ണിൻ്റെ ചിത്രം വരയ്ക്കും. കണ്ണിൻ്റെ ചിത്രം വരച്ചിട്ട് അവർ ഇതേപോലെ ആരോ മാർക്ക് ഇട്ട് ABC ഇങ്ങനെ മാത്രം അടയാളപ്പെടുത്തും. അപ്പോൾ ഒന്നാമത്തെ തെറ്റായ രീതിയാണിത്. നിങ്ങൾ ABC എന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം പോരാ. അവിടെ ചോദ്യം വ്യക്തമായി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഭാഗങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. ഇവിടെ പേര് എഴുതിയിട്ടില്ല, ABC എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ഗണ്യമായി കുറയും. അതാണ് ഒന്നാമത്തെ തെറ്റായ രീതി. ഇനി രണ്ടാമത് ചില കുട്ടികൾ നടത്തുന്ന തെറ്റായ ഒരു രീതി എന്ന് പറയുന്നത് ഇതേപോലെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതിൽ എന്താണ് തെറ്റെന്ന് ചിലപ്പം തോന്നും. നോക്കിയേ, കൃത്യമായിട്ടും കോർണിയ, ലെൻസ്, അന്തബിന്ദു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ തെറ്റെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതിലൊരു തെറ്റുണ്ട്. ആ തെറ്റ് എന്ന് പറയുന്നത്, ഇത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പേപ്പർ നോക്കുന്ന അധ്യാപകന് മനസ്സിലാക്കാനുള്ള വഴിയില്ല. അപ്പോൾ കോർണിയ എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് A ചോദ്യത്തിൻ്റെ ഉത്തരമാണോ, B ചോദ്യത്തിൻ്റെ ഉത്തരമാണോ, അല്ലെങ്കിൽ സിയുടെ ഉത്തരമാണോ എന്ന് മനസ്സിലാക്കാനുള്ള വഴിയില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ തെറ്റായ രീതിയാണ്. അപ്പോൾ ഇങ്ങനെ പേര് മാത്രം അടയാളപ്പെടുത്തിയാലും പോരാ, അത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നിങ്ങളത് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇനി മറ്റൊരു തെറ്റായ രീതി എന്ന് പറയുന്നത് ഇതേപോലെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. അതായത് ശ്രദ്ധിച്ചേ, ഇതേപോലെ ഒരു കണ്ണിൻ്റെ ചിത്രം വരയ്ക്കുന്നു. താഴെ ABC എന്നിട്ടതിന് ശേഷം അവർ ആ ചോദ്യങ്ങളുടെ ഉത്തരം അങ്ങ് എഴുതി വയ്ക്കുന്നു. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? ചിത്രത്തിൽ ഏത് ഭാഗമാണ് ഇത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ചിത്രത്തിൽ യാതൊരു രേഖപ്പെടുത്തലും നടത്തിയിട്ടില്ല. കോർണിയ ഏതാണെന്ന് കുട്ടിക്ക് അറിയില്ല, ലെൻസ് ഏതാണെന്ന് അറിയില്ല, അന്തബിന്ദു എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതും തെറ്റായ രീതിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ശരിയായ രീതി ഞാൻ കാണിച്ചു തരാം. ശരിയായ രീതി എന്ന് പറയുന്നത്, നമ്മൾ ചിത്രം വരച്ച് കൃത്യമായി ആ ഭാഗങ്ങൾ രേഖപ്പെടുത്തി അതിൻ്റെ ബ്രാക്കറ്റിൽ ആ ചോദ്യത്തിൻ്റെ നമ്പർ കൂടി നമ്മൾ രേഖപ്പെടുത്തണം. ഇതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ശരിയായ രീതി. കോർണിയ എന്നെഴുതി ബ്രാക്കറ്റിൽ A, ലെൻസ് എന്നെഴുതി ബ്രാക്കറ്റിൽ B, അന്തബിന്ദു എന്നെഴുതി ബ്രാക്കറ്റിൽ C. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദ്യപേപ്പറിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഭാഗം മാത്രം അടയാളപ്പെടുത്തിയാൽ മതിയാവും. നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭാഗങ്ങളും കൂടി വാരി വലിച്ച് ചിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അരമാർക്ക് പോലും അധികം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യപേപ്പറിൽ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് മാത്രം ചിത്രത്തിൽ അടയാളപ്പെടുത്തുക.
ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി ചർച്ച ചെയ്യാം. അതായത് കണ്ണിൽ പ്രകാശം സഞ്ചരിക്കുന്ന പാത അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളത് ഒരു ഫ്ലോ ചാർട്ടായിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പ്രകാശം ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് കോർണിയ എന്ന് പറയുന്ന ഭാഗത്താണ്. കോർണിയയിൽ നിന്നും അക്വസ് അറയിലേക്ക് വരുന്നു. അക്വസ് അറ, അവിടെ അക്വസ് ദ്രവം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അക്വസ് അറയിൽ കടന്നതിന് ശേഷം അത് പ്യൂപ്പിൾ എന്ന് പറയുന്ന സുഷിരത്തിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു ദ്വാരത്തിലൂടെ, ഈ പ്യൂപ്പിളാണ് നമ്മൾ മലയാളത്തിൽ കൃഷ്ണമണി എന്ന് പറയുന്നത്, പ്രവേശിച്ച് കണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ലെൻസിൽ എത്തിച്ചേരുന്നു. ലെൻസാണ് ഈ പ്രകാശരശ്മികളെ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ആ ലെൻസിൽ നിന്ന് അത് വിട്രിയസ് അറ, കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ എന്ന് പറയുന്നത്, വിട്രിയസ് അറയിലേക്ക് പ്രവേശിക്കുന്നു. വിട്രിയസ് അറയിലൂടെ സഞ്ചരിച്ച് അത് റെറ്റിനയിൽ പ്രതിബിംബമായി രൂപപ്പെടുന്നു. പ്രകാശം റെറ്റിനയിൽ പ്രതിബിംബം രൂപപ്പെടുന്ന സമയത്ത് അവിടെ പ്രകാശഗ്രാഹികളായ കോശങ്ങളുണ്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹികളായ കോശങ്ങൾ നിങ്ങൾക്കറിയാം, കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും ഉണ്ട്. അപ്പോൾ പ്രകാശം പതിക്കുമ്പോൾ അത് ഉദ്ദീപിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി ആവേഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആവേഗം നേത്രനാഡിയിലൂടെ കടന്ന് സെറിബ്രത്തിലെത്തുന്നു. അങ്ങനെ സെറിബ്രത്തിൽ എത്തുന്ന സമയത്താണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളണം. ഇനി നമുക്ക് ചില നേത്ര രോഗങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതാണ് നിശാന്തത എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായ കാഴ്ചശക്തി ഇല്ല എന്നുള്ളതാണ് നിശാന്തത എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം. അപ്പം നിങ്ങൾ ഈ രോഗങ്ങളെ പഠിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ പേര്, അതിൻ്റെ കാരണം, അതിൻ്റെ ലക്ഷണം, ഈ ക്രമത്തിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെ അതിന് സഹായിക്കും. ഇതൊന്ന് ഓർത്തിരിക്കുക. നിശാന്തത, കാരണം വിറ്റാമിൻ എയുടെ കുറവ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറവാവുക അല്ലെങ്കിൽ കാഴ്ച ഇല്ലാതാവുക, വ്യക്തമായി കാണാൻ കഴിയാതെ വരിക. ഇതാണ് അതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു രോഗമുണ്ട്. ഈ വൈറ്റമിൻ എയുടെ തന്നെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു അസുഖമാണ്. അതിൻ്റെ പേരാണ് സിറോഫ്താൽമിയ. ഇതൊന്ന് ഓർത്തിരിക്കുക. സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നേത്ര ആവരണവും കോർണിയയും വരണ്ട് അതാര്യമായി തീരുന്നു. മറ്റൊരു നേത്രരോഗമാണ് വർണ്ണാന്ധത. ഇത് ഒരു ജനിതക രോഗമാണ്. അതായത് ജനിതക വൈകല്യം മൂലം, ജീനുകളിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം ചില ആളുകളുടെ കോൺ കോശങ്ങളിൽ തകരാറുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി അവർക്ക് ചുവപ്പ്, പച്ച നിറങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഇതാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിശാന്തതയും വർണ്ണാന്ധതയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് നമുക്ക് പരിഹരിക്കാം. എന്നാൽ വർണ്ണാന്ധത എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്. അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് അല്ല. ഇനി അടുത്ത മറ്റൊരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നമ്മുടെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീരണം തടസ്സപ്പെടുമ്പോഴാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായി കണ്ണിലെ മർദ്ദം വർദ്ധിക്കുകയും നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളും റെറ്റിനയ്ക്കും കേടുപാടുകൾ സംഭവിക്കുകയും അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യാം. നമുക്ക് ഇത് ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. ഇതേപോലെ
വർണ്ണാന്തത, കോൺകോശങ്ങളുടെ തകരാർ, ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ഇനി അടുത്തത് ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു, കണ്ണിലെ മർദ്ദം കൂടുന്നു, അതുപോലെ തന്നെ കാഴ്ചശക്തി ഇല്ലാതെയാകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അടുത്ത രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. തിമിരം സാധാരണഗതിയിൽ കുറച്ച് പ്രായമായ ആളുകളിലാണ് ഈ രോഗം വരാറുള്ളത്. അതായത് നമ്മുടെ ലെൻസിൽ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള പ്രോട്ടീനും മറ്റും അടിഞ്ഞു കൂടിയിട്ട് ലെൻസ് അതാര്യമായി പോകും, പ്രകാശത്തെ കടത്തിവിടാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതിനാണ് തിമിരം എന്ന് പറയുന്നത്. നമുക്ക് ശസ്ത്രക്രിയയിലൂടെ ഇത് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. തിമിരം, ലെൻസ് അതാര്യമാകുന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു. ശസ്ത്രക്രിയയിലൂടെ ഈ തിമിരം ബാധിച്ച ലെൻസ് നീക്കം ചെയ്തതിന് ശേഷം അവിടെ ഒരു കൃത്രിമ ലെൻസ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയും. അങ്ങനെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയും.